பரம்பரையா நடந்துட்டு ஒரு சம்பிரதாயத்தை என்னால மாத்த முடியாது. இந்த ஊர்ல நடக்க ஒவ்வொரு கல்யாணத்துக்கும் பெத்தவங்க சம்மதத்தை விட கட்டிக்க போறவங்க சம்மதம் முக்கியம். விருப்பம் இல்லாத ஒரு கல்யாணம் இந்த ஊர்ல நடக்க கூடாது. அப்படிப்பட்ட ஒரு கல்யாணத்தை என் பரம்பரை நடத்தி வைக்காது. രമ്യകൃഷ്ണൻ പാമ്പായിട്ടാ കാണിച്ചേക്കുന്നേ. രമ്യകൃഷ്ണൻ വരികയാണല്ലോ. പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് തലൈവർ രജനി സാറിന്റെ പടയപ്പ മൂവിയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഹയസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്ന സജഷൻ ആയിരുന്നു ഇത്. അപ്പൊ നമ്മളെപ്പോഴും പറയാറുണ്ട്, നമുക്ക് സജഷൻ തരുന്നവരോട് ചിലരോടൊക്കെ ഞാൻ പറയാറുണ്ട് കേട്ടോ, കാരണം അല്ലെങ്കിൽ അത് റിപ്പീറ്റീവ് എല്ലാത്തിലും പ്ലീസ് കണക്ട് കമ്മ്യൂണിറ്റി പോസ്റ്റ് അതാണ് സംഭവം. അപ്പൊ എന്തായാലും കമ്മ്യൂണിറ്റി പോസ്റ്റ് നിങ്ങൾ കണക്ട് ചെയ്യുക, എന്നാലും മാത്രമാണ് നമ്മൾ അവിടെയാണ് ബോൾ ഇടുന്നത്. അതിന്റെ അനുസരിച്ചായിരിക്കും നമ്മൾ റിയാക്ഷൻ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ഈ മൂവിനെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പേഴ്സണലി നമ്മൾ രണ്ടുപേരും ഈ മൂവി കണ്ടിട്ടില്ല എന്നുള്ളതാണ്. കാരണം അത്രയും ഗംഭീര ഹിറ്റ് ആയിട്ടുള്ള മൂവിയാണ്. 99 ഇറങ്ങിയിട്ടുള്ള മൂവിയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ അധികം ഡബിങ് വന്നിട്ടില്ല. അത് മാത്രമല്ല, ആ സമയത്ത് നമ്മൾ അധികം തമിഴ് സിനിമസ് കാണാറുമില്ല. പിന്നെ പക്ഷെ ഇതിന്റെ കുറെ ഡയലോഗ്സും പിന്നെ അതുപോലെ പാട്ടുകള് പിന്നെ ഡയലോഗ്സും നമ്മൾ ആ ഒരു ക്യാരക്ടറൊക്കെ ഇല്ല, അതായത് പ്രത്യേകിച്ച് നീലാംബരി ക്യാരക്ടറിന്റെ ഒക്കെ റീൽസ് ഒക്കെ ഭയങ്കരമായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു നീലാംബരി ക്യാരക്ടറെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ റിയൽ ആയിട്ട് നീലാംബരിയുടെ നമ്മൾ എന്തോ ഒരു സീൻ അപ്പുറത്തെന്തോ റിയാക്ട് പെട്ടെന്ന് നീലാംബരി നീലാംബരി എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ഭയങ്കരമായിട്ട് ഓർമ്മ വരുന്നത്. കാരണം രമ്യകൃഷ്ണന്റെ ആ ഒരു റോള് ഭയങ്കരമായിട്ട് അപ്രിസിയേഷൻ അതാ കൂടുതൽ കണ്ടേക്കണേ. പക്ഷെ ആ ഒരു സംഭവം എന്ന് പറയുന്നത് അല്ല, ഇതിന് നമ്മൾ വായിച്ചു നോക്കിയ സമയത്തും സംഭവം എന്താണെന്നറിയോ, ഞാൻ അതിലെ റീല് ചെയ്തിട്ടുണ്ടായിരുന്നു. റീൽസ് ഇറങ്ങിയ സമയത്ത് അപ്പൊ എനിക്ക് ജെകെ ആയിരുന്നു ആ വീഡിയോ എടുത്തു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ആ സീന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ചെയ്തിട്ടുണ്ടല്ലേ നീലാംബരിയുടെ റീലുണ്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ ആ സീൻ കണ്ടിട്ടുണ്ട്. അതായത് പറയപ്പോ ഇങ്ങനെ വന്നിരിക്കുന്ന ആ ഒരു സംഭവം. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്റെ മുന്നേ എന്തൊരു ഭയങ്കര, പ്രത്യേകിച്ച് നീലാംബരിയുടെ ആ ഒരു കണ്ണും ഗെറ്റപ്പൊക്കെ ഭയങ്കര ഒരു വേറല്ലേ എന്തൊരു ഫീലായിരുന്നു കേട്ടോ. അതായത് ആ സിനിമ ഇറങ്ങിയ സമയത്തും അപ്രിസിയേഷൻ നല്ലോണം കിട്ടിയിട്ടുണ്ടായിരുന്നു രമ്യകൃഷ്ണന്. കാരണം നമ്മൾ വായിച്ചൊക്കെ മനസ്സിലായത് ഫിലിം ഫെയർ അവാർഡിൽ ബെസ്റ്റ് ആക്ട്രസിനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് KS രവികുമാറിന്റെയാണ് ഈ പടം. ആൻഡ് ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ AR റഹ്മാനാണ്. നമ്മൾ KS രവികുമാർ എന്ന ഡയറക്ടറിന്റെ ഫുൾ കരിയർ ഫിലിംസ് ആണ് അറിയാം. അതുപോലെ കാരണം അത് മാത്രമല്ല, കഴിഞ്ഞ തെന്നാലിന്ന് നമ്മൾ ഇറങ്ങി വന്നില്ല. കാരണം അറിയോ, AR റഹ്മാൻ സാറും ഉണ്ട്. രണ്ടുപേരും ആ ഒരു കോമ്പിനേഷൻ ഉണ്ട് അതിന്റെ കൂടെ. പക്ഷെ ആള് മാത്രം മാറ്റം. ഇത് ഏകദേശം നമ്മൾ ആ സമയത്ത് മറ്റേ വേറെ ഒരു ഡയറക്ടറിന്റെ പടം ശങ്കർ സാറിന്റെ ചെയ്തു. പിന്നെ നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു പടം കഴിയുമ്പോൾ അതിന്റെ റിലേറ്റഡ് സജഷൻ വരുന്നോണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ആക്ടർ വ്യത്യാസം ആയതുകൊണ്ടിട്ടാണ് ഇത് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെയാണെന്നുണ്ടെങ്കിൽ ഈ മൂവിനെ പറ്റി പറയാൻ വലിയൊരു കാര്യം, ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് ശിവാജി ഗണേശൻ എന്ന് പറയുന്ന ആ ഒരു ഗ്രേറ്റ് ആക്ടർ. അദ്ദേഹത്തെ നമുക്ക് പേഴ്സണലി അദ്ദേഹത്തിന്റെ മൂവീസ് ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ എനിക്കൊന്ന് മലയാളത്തിൽ അദ്ദേഹം വന്നിട്ടുണ്ട് ഏതൊരു സിനിമയിൽ, അതിനകത്ത് ഓർമ്മയില്ല. ആ ഒരു പാട്ടിലൊക്കെ നമ്മൾ കണ്ടൊരു ഓർമ്മയുണ്ട്. പക്ഷെ ഇതിന്റെ അകത്ത് എന്താ പറയാ, കണ്ട സമയത്ത് ആ പോസ്റ്ററിലൊക്കെ കണ്ട സമയത്ത് വേറെ ആളെ പോലെയാണ്, ഡിഫറെന്റ് ആണ്. അതല്ല കാട്ടുകുയിലെ മനസ്സുക്കുയിലെ മലയാളത്തിൽ ഒരു പാട്ടിന്റെ അകത്ത് നമ്മൾ കണ്ട പോലെ ഉണ്ട്. പിന്നെ സൗന്ദര്യ എന്ന് പറഞ്ഞ ആക്ട്രസ് ഇതിൽ മെയിൻ റോളിലാണ്. ഇവര് 4 പേരെയാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. വേറെ കുറെ ആൾക്കാരുണ്ട്, വേറെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇവര് 4 പേർക്കാണ് ഇമ്പോർട്ടൻസ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഇതൊരു തമിഴ് ന്യൂ ഇയറിന്റെ 99 ഇറങ്ങിയിട്ടുള്ള മൂവിയാണെന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല ആ സമയത്ത് എന്താ ഇളക്കി മറിച്ചിട്ടുള്ള ഒരു മൂവി കൂടിയാണെന്ന് പറയുന്നത്. ഹയസ്റ്റ് ക്രോസിംഗ് ആയിട്ടുള്ള പടമാണ്. പിന്നെ നമ്മൾ ഈ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ട സമയത്ത് തന്നെ രജനി സാറിന്റെ ബാക്കിയുള്ള പടങ്ങളിൽ നിന്ന് നല്ല രീതിയിലുള്ള പോളിംഗ് കിട്ടിയ സിനിമ. കാരണം ഇതിന്റെ കൂടെ അരുണാചല ഉണ്ടായിരുന്നു, 2.0 ഈ മൂവീസിന്റെ ഒക്കെ കൂടെ ഇട്ടിട്ടും 99 ഇറങ്ങിയിട്ടുള്ള ഈ മൂവിക്കായിരുന്നു ഹയസ്റ്റ് പോളും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എക്സൈറ്റഡ് ആണ് എന്താ സംഭവം. കാരണം അത്ര 20 വർഷം മുന്നേ, അല്ല 20 മേലെ അത്രയും വർഷങ്ങൾക്ക് മുന്നേ ഇറങ്ങിയിട്ടുള്ള ആ പടത്തിന് ഇപ്പോഴും ആ ഒരു സ്കോപ്പ് ഉണ്ട്. നമ്മളും ശരിക്കും എക്സൈറ്റഡ് ആണ് കാണാനായിട്ട്. കറക്റ്റ് പറഞ്ഞ 25 വർഷം ആകുമ്പോഴും അപ്പൊ ഏകദേശം സിൽവർ ജൂബിലിന്റെ സമയത്ത് നമ്മൾ ഏകദേശം റിയാക്ട് ചെയ്യുന്നത്. ഏപ്രിൽ ആവാനായില്ല, അടുത്ത മാസല്ലേ. അത് അറിയാണ്ട് വരുന്ന സാധനം. 2-3 മൂവീസ് ഇതുപോലെ റിയാക്ഷൻ ചെയ്യുന്ന സമയത്ത് എന്താണെന്നറിയില്ല, നമ്മുടെ ഭാഗ്യമാണോ ഇടക്കിടക്കൊക്കെ ഭാഗ്യം ഇങ്ങനെ
ആരെങ്കിലൊക്കെ വരുള്ളൂ. പോവാറുണ്ട്. അപ്പൊ അതിന്റെ റിലേറ്റഡ് ആയിട്ട് നമ്മൾ ചില മൂവീസ് ഒക്കെ ഓൺ ദ ഡേ തന്നെ ചെയ്തിട്ടുണ്ട്. അതിന്റെ 10 years 15 yearsന്റെ സമയത്ത് തന്നെ. അപ്പൊ ഇത് 10 years ആയ സമയത്ത് കറക്റ്റ് ഡേ ആണല്ലോ നിങ്ങൾ റിയാക്ട് ചെയ്തെന്ന്. അപ്പൊ നമ്മൾ പറയും എന്റെ മുന്നേ ഇതൊക്കെ അത് കറക്റ്റ് ആയിട്ട് 1-2 മൂവീസിന് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്താ സംഭവം എന്ന്. ആ മ്യൂസിക് മാത്രമാണ് എനിക്ക് അറിയുന്നത്. പിന്നെ ആണെങ്കിൽ രജനി സാറിനെ പറ്റിയിട്ട് നമുക്ക് പറയാൻ ആസ് ഓഫ് നൗ ഒന്നും അറിയില്ല ഈ മൂവിയിൽ എങ്ങനെയാ ചെയ്തേക്കുന്നതെന്ന്. അതുകൊണ്ടാണ് നമ്മൾ നീലാംബരനെ പറ്റി സംഭവം. പിന്നെ അത് മാത്രല്ല രജനി സാറിന്റെ ആ മറ്റേ ഊഞ്ഞാലിട്ടിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. കുഞ്ഞു സീന കണ്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് മറ്റേ ഡയലോഗ് സ്റ്റൈലും അഴകും അതില്ല ആ ഒരു സംഭവം ഉന്നെ വിട്ടു പോ എന്തോ സാധനം. ഓക്കെ നമുക്ക് നല്ല നേരം തുടങ്ങാം. റെഡിയല്ലേ? നീലാംബരി ആരെങ്കിലും പറയട്ടാ. നീലാംബരി ഈ പടം നീലാംബരി അതല്ല നീലാംബരിയുടെ റീൽ ക്രിഞ്ച് തുടങ്ങാം. എനിക്കെന്നാ കാണുമ്പോ ക്രിഞ്ചാണ്. പണ്ടത്തെ സ്പടിക പോലെ സ്പടിക എഫക്റ്റ്. ഓ വെയിലാണ് കാണിക്കുന്നത് അല്ലേ? വേല് അത് ഭയങ്കര ഇമ്പോർട്ടൻസ് കാണിക്കുന്നത്. പടയപ്പ രജനീകാന്ത് ഫസ്റ്റ് അവര് ശിവാജി ഗണേശൻ സാറിന്റെ സ്ക്രീൻ ലുക്ക് ആണെന്നല്ലേ ഞാൻ ഗസ് ചെയ്താട്ടാ. അതേ തന്നെയാണ്. പിക്ചറിൽ ഉണ്ടായിരുന്നല്ലോ, തമ്മിലിൽ ഉണ്ടായിരുന്നു. മറ്റേ നമ്മുടെ വിക്കിപീഡിയയിൽ സെർച്ച് ചെയ്യുമ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്. മണിവർണ്ണൻ അതെ. ഫസ്റ്റ് സീൻ തന്നെ എന്തോ ഒരു ഫെസ്റ്റിവൽ ഇതാണല്ലോ കാണിക്കുന്നത് അല്ലേ? ഓ മൈ ഗോഡ് സ്ക്രീൻ പ്രസൻസ്. ഭയങ്കര സ്ക്രീൻ പ്രസൻസ്. ഇദ്ദേഹത്തിന് നമ്മളൊരു മൂവി റിയാക്ട് ചെയ്യണം. കുറെ കേട്ടിട്ടുണ്ട്. ഓ അതാണ് ഇനി വെയിലുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളത്. ഇവരുടെ ഇനി ഇതാണ് കുടുംബക്ഷേത്രം എന്തെങ്കിലും ആണോ? മുരുകൻ കോവിൽ എന്നൊക്കെ അല്ല അവരുടെ തന്നെ ഇനി കുടുംബത്തിൽ എന്തെങ്കിലും സംഭവമാണോ കാണിക്കുന്നത്? ചിലപ്പോ. ഓ അദ്ദേഹത്തിന്റെ ഇരിപ്പിടം അങ്ങനത്തെ എന്തോന്നു കേട്ടോ. എന്തോ നാട്ടാമൻ അങ്ങനെയൊക്കെ പറയില്ലേ അല്ലേ? அந்த முருகன் சாட்சியா கேட்கிறேன். உன் மனசாட்சிக்கு விரோதம் இல்லாம 6 படையப்பருடைய இந்த வேண்மேல சத்தியம் பண்ணி சொல்லு. இந்த பொண்ணை கல்யாணம் நீ மனப்பூர்வமா சம்மதிக்கிறியா? சம்மதங்க. ஏமா இந்த பையனை கல்யாணம் பண்ணிக்கிறதுக்கு உனக்கு சம்மதமா? என்ன வெக்கப்படுறியா? இந்த பார், சம்பிரதாயப்படி நீ வாயை திறந்து சம்மதம்னு சொன்னாதான் இந்த கல்யாணம் நடக்கும். நிமிந்து என்ன பாருமா. கண்ணு கலங்கிருந்தா இந்த கல்யாணத்துல உனக்கு விருப்பம் இல்லையா? நான் வேறு ஒருத்தர் விரும்புறேங்க. சின்ன பொண்ணுங்கய்யா ஏதோ தெரியாம பேசுது. நீ கல்யாணத்தை முடிச்சுவீங்க, எல்லாம் சரியா போயிடும். இல்ல முன்னே எந்த ஒரு இன்சிடென்ட் நடந்துட்டு தலையெழுத்த பத்தியா நாம 2 பேரும் விரும்பினவங்களோடையும் வாழ முடியல, ஊர் பெரியவங்களையும் எதிர்த்துக்க முடியல. அதனாலதான் இந்த முடிவுக்கு வர வேண்டியதா போயிடுச்சு. சாகரத்தை பத்தி நான் கவலைப்படலைங்க. எத்தனையோ காதல் ஜோடி சாகுறாங்க. ஆனா நம்ம 2 பேரும் காதலிச்சவங்களோட வாழத்தான் முடியல. சாகரத்து கூட கொடுத்து நம்மள மறந்துட்டேன். அவங்களா சந்தோஷமா இருக்கட்டும். അങ്ങനെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണോ ഈ ഒരു സംഭവം? അതാണ് സമ്മതം. പ്രായച്ചിത്തமா என் குடும்ப சொத்துல பாதிய இந்த கோவிலுக்கு எழுதி வச்சிருக்கேன். என் கணக்கு பிள்ளையோட மகளுக்கும் அவளுக்கு தாலி கட்டினவனுக்கு ஏற்பட்ட கதி இனிமே இந்த ஊர்ல யாருக்குமே ஏற்படக்கூடாது. அவங்க ஞாபகார்த்தமா அவங்க விழுந்து சேர்த்த அந்த கிணற இன்னையோட மூடிடுங்க. இனிமே இந்த ஊர்ல யாரு கல்யாணம் நடந்தாலும் சரி, அது ஏழையா இருந்தாலும் பணக்காரனா இருந்தாலும் இந்த முருகன் கோயில்ல கட்டிக்க போறவங்களோட முழு சம்மதத்தை கேட்டு அந்த 6 படையப்பனோட வேல் மேல சத்தியம் நடக்கணும். அப்படி நடக்கிற கல்யாணத்துக்கு தாலி கொடுத்து சீர் கொடுத்து என்னோட குடும்பம் தான் நடத்தி வைக்கும். என்னோட வாரிசுகளோ இதே மாதிரி ഇപ്പോഴത്തെ തലമുറയാണ് நடத்தி வைக்கணுங்கிறது என்னோட ஆசை. പണ്ട് പറഞ്ഞാ தாலியிட்டா எல்லாம் தானா சரியா போடுங்க. நீங்க கல்யாணத்தை நடத்துவீங்க. பரம்பரையா நடந்துட்டு ஒரு சம்பிரதாயத்தை என்னால மாத்த முடியாது. இந்த ஊர்ல நடக்க ஒவ்வொரு கல்யாணத்துக்கும் பெத்தவங்க சம்மதத்தை விட கட்டிக்க போறவங்க சம்மதம் முக்கியம். விருப்பம் இல்லாத ஒரு கல்யாணம் இந்த ஊர்ல நடக்க கூடாது. அப்படிப்பட்ட ஒரு கல்யாணத்தை என் பரம்பரை நடத்தி வைக்க
இந்த ஊர் கட்டுப்பாடு என்னன்னு உங்களுக்கு தெரியுமில்ல? உன் பொண்ணு மனசார யார விரும்புறாளோ அவனுக்கு தான் அவளை கல்யாணம் செய்து வைக்கணும். அத மீறி வேற ஒருத்தருக்கு கல்யாணம் செஞ்சு வச்சீங்கன்னா உங்க குடும்பமே இந்த ஊர்ல வாழ முடியாது. உங்க வாழ்க்கையை விட உங்க பிள்ளைங்க வாழ்க்கை தான் முக்கியம். பிடிக்காதவங்களுக்கு கல்யாணம் செய்து வச்சு அவங்க கிணத்துல விழுந்து சாகிறத விட அவங்க 2 பேரையும் சேர்த்து வைக்கிறதுக்காக கொண்டு வந்தமே அந்த தாலி அத கிணத்துல போடுறதா இந்த ஊர் வழக்கம். அந்த கிணத்தை മീനിങ്ഫുൾ ഡയലോഗ് ഇപ്പോഴും പ്രസക്തി ഉണ്ട്. അതും മറ്റേത് സമ്മതിച്ചില്ലെങ്കിൽ അവൾക്ക് താലി അവിടെ ഇടാനാണ് എല്ലാം. ഷോട്ട് മാറിയതാണ് ഞാൻ ആലോചിക്കുന്നത്. ആരാണത്? സൗന്ദര്യ തോന്നുന്നു. ആണോ? ആ അതെ അതെ അതെ. ഒറിജിനൽ സ്നേക്ക് ആണല്ലേ? അല്ലേ? ഓ പാല് കുടിക്കുന്നതിന്റെ സംഭവം കാണിക്കുന്നു. ഓ പേടിച്ചിട്ടാണ്. കാറ് വരുന്നുണ്ട്. 2 ഷോട്ട് അപ്പുറത്തെ ഇപ്പുറത്തെ കാണിക്കാണ്. കമേഴ്ഷ്യൽ എലമെന്റ്സ് ആണ് കേട്ടോ ഫസ്റ്റ് മുതലേ കാണിക്കാൻ നോക്കുന്നത്. മുതലാളിയമ്മേ? രമ്യകൃഷ്ണൻ പാമ്പായിട്ടാ കാണിച്ചേക്കുന്നേ. രമ്യകൃഷ്ണൻ അവർ എൻട്രി ചെയ്യാനാണ് അങ്ങനെ കാണിച്ചത്. நான் வந்த ஸ்பீட்ல இடிச்சிருந்தேனா அந்த மலையில போய் சொல்லிட்டு இருப்பீங்க. ஃபூல்ஸ். மன்னிச்சிருங்கம்மா, பாம்பை பார்த்து பயந்து ஓடி வந்துட்டு இருந்தா குறுக்க வந்துட்டேன். அடிச்சு கொல்லுங்கடா அத. வேண்டாமா, அது தெய்வமா, யாரையும் ஒண்ணு பண்ணாது. தயவு செஞ்சு அந்த பாம்பை கொன்னுடாதீங்க. கையெடு. நீ வீட்டு வேலைக்காரி, நீ என் கைய தொட்டு பேசுற அளவுக்கு திமிரு வந்துருச்சா? என்னடா பாத்து நிக்கிறீங்க? அந்த பாம்பை கொல்ல சொன்னல. അയ്യോ ആളുടെ ക്യാരക്ടർ അപ്പൊ തന്നെ കാണിച്ചിട്ടാ. നെഗറ്റീവ് ആണെന്നുള്ളതല്ലേ കൊല്ലാൻ. ഓ അത് ഒറിജിനൽ ഷോട്ട് കാണില്ല പോകുന്നുണ്ടോ? ഉള്ളിൽ പോയല്ലോ. கோயில் மாதிரி அத போய் ஏய் கொல்லுன்னு சொன்னேல, சொன்னத செய். ഓ അത് പൊട്ടിക്കാൻ. ഓ ആള് വരികയാണല്ലോ ഇവിടെ. ഓ യങ് ഡാഷിംഗ്. സ്റ്റൈല് സ്റ്റൈല്. ഫസ്റ്റ് തന്നെ മൂന്നുപേരുടെ എല്ലാരും ആ ഒരു ഇത് കാണിച്ചല്ലേ ഒരേ സമയത്ത്. ഇവിടെയാണല്ലോ ഇംപ്രസ് ആയത്. ഈ സോങ് എവിടെയാണോ അപ്പൊ മറ്റേ നമ്മളെ ഇൻട്രോ സോങ് ആയിട്ട് തന്നെയാണോ ഇപ്പൊ ഇട്ടേക്കണം?